ആണ്ടിക്ക് ഇറങ്ങടി അവിടുന്ന് ഇറങ്ങടി. വെള്ളം അടിച്ചിട്ട് കണ്ടെടുത്ത് ഇവിടെ കയറി വഴിയാമ്പല സത്രമാണോ ഇത്? ഫ്രണ്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കൂൾ ബാറിൽ കയറി 2 പെഗ് അടിക്കാൻ പറ്റുമോ? അതിനെ ഞങ്ങൾ ഒരു കൂൾ ബാറിൽ പറഞ്ഞു വിടുകയാണ്. അവിടെ ഇരുന്ന് 2 പെഗ് അടിക്കാൻ പറ്റുമോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. ഹലോ എന്താണ്? ഹലോ നീ എത്ര മണിക്ക് ഇവിടെ എത്തും? അത് പറ. നീ എത്ര മണിക്ക് ഇവിടെ എത്തും എന്ന് പറ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. സമയം എന്തേ? 5 o'clock അല്ലേ? ആയിട്ടില്ല. ഞാനിപ്പോ എവിടെയാ സ്ഥലം? അടൂര് ഹൈസ്കൂൾ ജംഗ്ഷൻ എന്ന് പറയുന്ന ഞാനിവിടെ ഒരു ഞാനിവിടെ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്നു. റെസ്റ്റോറൻറ്റ്. അയ്യോ എടാ ഞാനെന്നാ പൊക്കോട്ടെന്നാ. ഞാൻ പൊക്കോട്ടെ എന്നാ. എനിക്ക് പോണം. നിന്നെ ഇത്രയും നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നതിന് ഇവിടെ എല്ലാം കിടന്നൊക്കെ ഇറങ്ങിയിട്ടാണ് ഞാനിപ്പോൾ. നീ 2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് 2 hours. ഈ മാഡം പറഞ്ഞേട്ട് 2 മണിക്കൂർ ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ ഇരുന്നോട്ടെ. ന്യൂ ഇയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചാ? ആരെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടോ? ഓ അതെ, നമ്മള് സങ്കടം വരുമ്പോഴും കഴിക്കും, സന്തോഷം വരുമ്പോഴും കഴിക്കും. മനപ്രയാസം കൂടുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും മനപ്രയാസം കൂടുമ്പോൾ അതിനെ വയ്ക്ക് 2 അടിക്കണമെന്ന് തോന്നും. അപ്പോൾ ഇറങ്ങി എവിടെയെങ്കിലും പോയി 2 അടിക്കും. ഫിറ്റാകുവാണെങ്കിൽ എങ്ങനെയെങ്കിലും വീടെത്തും. ഫിറ്റായില്ലെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അന്നേരം ആരെങ്കിലും ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിക്കാൻ പറ്റുമെങ്കിൽ അവരാരെങ്കിലും കൊണ്ടുവന്നുണ്ടെങ്കിൽ അവന്മാരാരെങ്കിലും വന്ന് കൊണ്ടുപോകും, അല്ലെങ്കിൽ അവന്മാരാരെങ്കിലും വന്നിട്ട് കൊണ്ടുപോകും. ഇല്ലയോ ഓടയില്ലെങ്കിൽ ഓട. പാവികൾ ചെല്ലുന്ന പാതാളം. നമുക്ക് എവിടെ വീണിടം സ്വർഗം. എൻ്റെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞത്. ഞാനിപ്പോൾ അവനെന്നെ പറ്റിച്ചു. ഡേ ഞാൻ ഇവിടെ നിൽപ്പുകൊണ്ടടി എന്ന് പറഞ്ഞു. ഞാൻ ഫസ്റ്റ് വന്നിട്ട് ഇറങ്ങിപ്പോയില്ലേ. അവനെന്നെ പറ്റിച്ചു. ഇല്ലില്ല. എനിക്കറിയാം. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇറങ്ങിപ്പോയില്ലേ മാം. കോൾ വിളിച്ച് 1 minute എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയില്ലേ. അതെയോ, അവൻ വരുന്നുള്ളൂ. അപ്പോൾ 2 മണിക്കൂർ എന്നോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 2 മണിക്കൂർ എങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യും? ഇതിനകത്ത് ഇതുണ്ടോ? സോഡ ഉണ്ടോ? 7up ഉണ്ടോ? 7up എടുത്ത് ഒരു ഗ്ലാസ് ഇരിക്കട്ടെ. താങ്ക് യു. പിന്നെ എങ്ങനെയുണ്ട് അടൂരൊക്കെ? എങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ? ഇവിടെ എങ്ങനെയോ ഇവിടെ എത്ര മണി വരെ അടയ്ക്കും? ഞാൻ എന്ത് പറയാൻ വന്ന 9 മണിക്കാ?
ചേട്ടൻ ഇവിടുത്തെയാണ്. ചേട്ടൻ ഇവിടെയാണോ? മാനേജരാണോ? അയ്യോ സോറി സാർ, അറിഞ്ഞില്ല കേട്ടോ. ഞാനൊന്ന് വെയിറ്റ് ചെയ്തു കേട്ടോ ഇവിടെ 2 മണിക്കൂർ. കുഴപ്പമില്ലല്ലോ. എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രോബ്ലങ്ങൾ വല്ല ഉണ്ടെങ്കിൽ സദ്യ ക്ഷമിക്കണേ. ഇവിടേക്ക് എങ്ങനെയുണ്ടായിരുന്നു ന്യൂ ഇയർ ആഘോഷമൊക്കെ? ഞങ്ങൾക്കൊക്കെ 2 എണ്ണം അടിച്ചെങ്കിലും ന്യൂ ഇയർ ആഘോഷിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്ത്, നമുക്ക് ഇതൊക്കെ രഹസ്യമായിട്ട് വെക്കേണ്ട കാര്യമാണ്. ഇപ്പൊ തന്നെ ചെയ്യാം. ഇപ്പൊ തന്നെ എന്നെ കാണുമ്പോ എന്ത് തോന്നുന്നുണ്ട് മാഡം? പറ. ഇനി എന്നെ ഇപ്പൊ കാണുമ്പോ ഞാനിപ്പോ ഏത് കോലത്തിലാന്ന് എങ്ങനെ തോന്നുന്നുണ്ട്? പറ മാഡം, പറ. എനിക്കിങ്ങനെ ഇരുന്നിട്ടേയോ ഒക്കുന്നില്ല മാഡം. അല്ല കഴിക്കാനൊന്നുമില്ലേ? ജ്യൂസ് മാത്രമൊക്കെ ഉള്ളോ? നോക്കട്ടെ, പിരിയാത്ത വല്ലോ നോക്കട്ടെ. കഴിച്ചാൽ പിരിയാത്തത് വല്ലതും ഉണ്ടോ നോക്കട്ടെ. കണ്ണൊന്നും കാണും. എൻ്റെ ഫ്രണ്ട് വരട്ടെ എന്തായാലും. വന്നിട്ടേ ഞാനെന്തായാലും എന്തായാലും ഞാൻ 2 മണിക്കൂർ ചോദിച്ചില്ലേ സമയം. അലോഡ് ആയാലും ഇല്ലെങ്കിലും ഞാൻ 2 മണിക്കൂർ എന്തായാലും നിങ്ങളുടെ അനുവാദം ചോദിച്ചിട്ട് ഞാനിവിടെ കയറിയിരുന്നു. എനിക്കിനിയിപ്പോൾ എങ്ങോട്ടും പോകണം. എനിക്ക് ഒരു പേക്കെങ്കിലും ഒന്ന് അടിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം, ഇത് നമ്മള് കുഞ്ഞുങ്ങള് അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ വരുന്നതല്ലേ. ഇപ്പൊ നമ്മൾ ഒരാൾക്ക് ഇവിടെ ഒരു ഫ്രീഡം കൊടുത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ദിവസം അവിടെ പറയും നാളെ ദിവസം വന്ന് കഴിച്ചല്ലോ. ഇപ്പൊ ഞാനിവിടെ വന്നിന്ന് കഴിക്കുന്ന കാര്യം കാണുന്നില്ലല്ലോ. 2 മണിക്കൂർ ഇവിടെ എന്ന് പറയുന്നത് 2 മണിക്കൂർ വെള്ളം അടിക്കാൻ നല്ല നമ്മളിവിടെ അനുവാദം ഇരിക്കട്ടെ എന്ന് ചോദിച്ചു ഇരിക്കാൻ പറഞ്ഞു. അല്ല, എനിക്ക് 2 മണിക്കൂർ ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് ഇതില്ലാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഞാൻ പോകത്തെല്ലാം ചോദിച്ച് പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതാര്? നമ്മുടെ ഇവിടുത്തെ സ്ഥിരം ആൾക്കാരാണ്. ഓ, ഞങ്ങള് പത്രവരത്തി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. ഞങ്ങള് പത്രത്തിൽ കാണുമാരില്ല. എന്താ വെള്ളം? അവിടെ ഈ ടച്ചിങ്സ് ചോദിച്ചപ്പോ എനിക്ക് തരാനില്ലേ മാഡം? ദേ അവർക്ക് കൊടുത്തല്ലോ. വെള്ളം അടിക്കുന്നവർക്ക് ടച്ചിങ്സ് തരാൻ ഞാൻ മര്യാദയായിട്ട് കുറച്ച് നേരമായിട്ട് പറയുന്നതാണ്. ഞാൻ എന്നെ വെള്ളം അടിക്കാന്ന് ആര് പറഞ്ഞു? കുട്ടി ഇറങ്ങിക്ക്. ഞാൻ മാന്യമായിട്ടാണ് ഇത്രയും നേരം ഇടപെട്ട് ഇറങ്ങാം. ഒരു പെഗ് അടിക്കുന്നതിനാണോ മാഡം ഇവിടെ കന്ന് ബഹളം ഉണ്ടാക്കിയേ? നിങ്ങൾ എന്തിനാ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ? പെഗ്ഗടിക്കുന്ന സ്ഥാപനമല്ല. എനിക്കൊരു പെഗ് മര്യാദയായിട്ട് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ. എന്റെ മാഡം, ഞാനൊരു പെഗ് അടിച്ചോട്ടെ. ടച്ചിങ്സ് ഞാൻ ചോദിച്ചില്ലായിരുന്നോ? ഇത്രയും നേരം ഞാൻ മാന്യമായിട്ട്. ഹലോ, ഇതൊരു ബാറല്ല, ഇത് കൂൾ ബാറാണ്, മനസ്സിലായോ? നമ്മൾ അനുവാദം കൊടുത്തിട്ടില്ല, ആർക്കും കൊടുക്കത്തില്ല. ഈ കുട്ടിയെന്നല്ല ആർക്കും കൊടുക്കത്തില്ല. അപ്പൊ ഇത് അടിച്ചപ്പോ മര്യാദയായിട്ട് പറഞ്ഞ് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റത്തില്ല. 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ
കുട്ടിയുടെ അടിക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മള് ഓണറിനോട് പറഞ്ഞിട്ട് പുള്ളിക്കാരിപ്പോ വരും. പിന്നെ ഞാന് ഇങ്ങനെ കറങ്ങി കറങ്ങി വരുവാ. എന്തോ ഭൂമി ഇങ്ങനെ വെള്ളം അടിക്കുന്നവർക്ക് പോകുന്നതെല്ലാം ബാറ അല്ല, നിനക്ക് ബാറിൽ പോയി അടിക്കും. മേഡം 2 മണിക്കൂറല്ലേ ഞാൻ ചോദിച്ചോളൂ. 2 മിനിറ്റ് നിന്നെ ഇവിടെ ഇറങ്ങടി പുറത്ത്. ഞാൻ വീഴും, പിടിക്കുവോ എന്നെ? ഞാൻ വീണ താങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങാം. താങ്ങാരെയും കൊണ്ടുവന്നില്ലേ? കുട്ടി ഇറങ്ങിക്ക്. ഞാൻ മാന്യമായിട്ടാണ് ഇത്രയും നേരം ഇടപെട്ട്. ഇറങ്ങ ഇറങ്ങ കുട്ടി ഇറങ്ങ. ഈ മാഡത്തിനോട് പെർമിഷൻ ചോദിച്ചു. ഞാൻ ഇവിടെ ഇരുന്ന് നിന്നോട് വെള്ളം അടിക്കാനാണ് പെർമിഷൻ. ഇറങ്ങടി പുറത്ത്. ഹലോ പറയുന്ന കേക്ക്. നിന്നോട് 3 വട്ടം പറയും ഇറങ്ങ. ഇറങ്ങാനാ പറഞ്ഞത്. പക്ഷെ മര്യാദക്ക് 3 വട്ടം പറയുന്നത് ഇറങ്ങ. വെള്ളം അടിക്കാൻ ഞാൻ പെർമിഷൻ തന്നോ നിനക്ക്? ഒരു പെർമിഷൻ തന്നോ? പെർമിഷൻ തന്നോ? ഇങ്ങനെ ഒരു സാധനത്തിന് നിങ്ങൾക്ക് പെർമിഷൻ തന്നോ? ഇറങ്ങടി അവിടുന്ന്. ഇറങ്ങടി. വെള്ളം അടിച്ചിട്ട് കണ്ടെടുത്ത് ഇവിടെ കയറി വഴിയമ്പല സത്രമാണോ ഇത്? സത്രമാണോ വഴിയമ്പലാണ്? എനിക്ക് പോകുന്നതല്ല. എവിടെയുള്ള എവിടുന്ന് വന്നേ? ഇയാൾ എവിടുന്ന് വന്നേ? ഹലോ, നിങ്ങൾ എവിടുന്ന് വന്നേ? സാറേ ഞാനിങ്ങനെ കറങ്ങി കറങ്ങി വന്ന സാറേ. ഓ ഇത് നിങ്ങൾക്ക് തരാനുള്ളതല്ല. ഇത് എനിക്ക് കഴിക്കാം. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനം. സാറേ ഞാൻ ഇവിടുന്ന് കിടന്നോട്ടെ. എന്നെ പിടിക്കല്ല. ഞാൻ ഇറങ്ങിക്കോളാം. എനിക്കിതില്ലാതെ പറ്റില്ല. അല്ല വേണ്ട, എനിക്കൊരു പെഗ് സാറിന് എന്താ സാറേ? സാറിന് എന്താ? അയ്യോ എന്റെ ബാഗ്, എന്റെ കുപ്പി, എന്റെ ബാഗ്, എന്റെ കുപ്പി. അത് പറഞ്ഞേ, ഞാനിപ്പോ ഇവിടെ വീഴും. ഞാനൊരു പെണ്ണല്ലേ, അങ്ങോട്ട് തുറക്ക്. വീഴും. ആൾക്കാരെല്ലാം നോക്കുന്നു. ആൾക്കാരെല്ലാം നോക്കും. കഷ്ടമാണ്. ഞാൻ അവിടെ സാറേ ഒന്ന് പറ സാറേ, ഒരു മനുഷ്യത്വം വേണ്ടേ സാറേ? ഒരു പെഗ് അടിക്കുന്ന കാര്യം മാത്രമല്ലേ ചോദിച്ചോളൂ. ഒരു പെഗ് അടിക്കാൻ ഒരു സ്ഥലം ചോദിച്ചാല എന്നെ ഇവരെ നാട്ടി ഇറക്കുന്നത്. എന്തിനു വേണം? എന്തൊരു കഷ്ടം. പക്ഷെ അവരെല്ലാരും നോക്കുന്നു. എന്തെന്നാണ് എന്നെ ഇതുവരെ ആരും ഇറക്കി വിട്ടിട്ടില്ല. ഇവിടെ വെച്ചോടെ പിടിച്ചോ സാറേ. ഒരു മിനിറ്റ്. ഓ ഒരു മിനിറ്റ് അവിടെ നിൽക്കും. താങ്ക് യു സാർ. ചോദിക്കട്ടെ, നിങ്ങൾ എവിടെ നിന്നുള്ളത്? കാട്ടാക്കട ഇവിടെ ആയിട്ട് എന്തൊരു ബന്ധം? കാട്ടാക്കടക്കകത്ത് ബസ്സിൽ കയറിയാ ഇങ്ങനത്തെ ഒരു ഷോപ്പിൽ കയറി വെള്ളം അടിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എനിക്ക് ഒരു മിനിറ്റ് അറിഞ്ഞൂടെ? ഇങ്ങനത്തെ ഒരു ഷോപ്പിൽ കയറി വെള്ളം അടിക്കാൻ വേണ്ടിയിട്ടില്ല. ഇത് കൂൾ ബാറും ടീ ഷോപ്പും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഇതിനകത്ത് നിങ്ങൾ ഇങ്ങനെ വെള്ളം അടിക്കാൻ കയറി വന്ന നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ആൻസി. ആൻസിയോ? ചേച്ചി പേരെന്താ?
എൻ്റെ പേര് ബീന. ബീന ചേച്ചി, ഇത് ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു കോമഡി പ്രോഗ്രാമാണ്. ഇത് പ്രാങ്ക് ഷോയിലുള്ള നമ്മുടെ കൂടെയുള്ള ആർട്ടിസ്റ്റാണ്. മാനേജറിൽ നിന്ന് പെർമിഷൻ ഒക്കെ മേടിച്ചിട്ടാണ് ഇത് വെള്ളം, നാരങ്ങ വെള്ളവും പെപ്സിയും കൂടെ. ഇത് വെറുതെ സ്പ്രൈറ്റ് ഒഴിച്ചിട്ടുള്ള ഒരു ബോട്ടിലാണ്. വേണ്ട റീഫിൽ ചെയ്ത് വെച്ചതാണ്. ഇവിടെ വന്നേ ചൂടായപ്പോ ഞാൻ വെച്ച് എന്നെ അടിക്കുന്നു. ഞാൻ വരണ്ടിരിക്കുവോ, അടി കൊള്ളാനുള്ള ശേഷിയില്ല. ഇന്നത്തെ പ്രാങ്ക് അരങ്ങേറിയത് ബീൻസ ലീഫിലാണ്. ബാറെന്ന് കരുതി കുൾബാറിൽ കയറി ഞാൻ വെള്ളം അടിക്കാൻ നോക്കി. അതിങ്ങനെയൊക്കെ ആയി തീർന്നു. അതെ, എന്ത് തോന്നി ഇങ്ങനെ ഒരു ലേഡി വന്ന് 2 മണിക്കൂർ ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു ആദ്യം. 2 മണിക്കൂർ കൂടി ഇരുന്നിട്ടെന്ന് പറഞ്ഞു. അവസാനം പുലിവാലായില്ലേ? അവസാനം പിടിച്ച് വെളിയിൽ ഇറക്കേണ്ടി ഗതികേട്. ബിനുവിന്റെ ഫ്രണ്ടാണ്, നിങ്ങൾ ക്ലാസ്മേറ്റ് ആണോ? ട്യൂഷൻ ഒരുമിച്ച് പഠിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ പണി കൊടുക്കാൻ കൊണ്ടുവന്നത്. ശരി, എന്തായാലും ബിനമണത്തിന് ഒരു ബിഗ് പ്രാങ്ക്സിന്റെ കുറച്ച് സമ്മാനങ്ങളുണ്ട്. ആദ്യമായിട്ട് SK ശ്രീകുമാർ സൗദി നൽകുന്ന ഒരു ക്യാഷ് പ്രൈസ്, ഗ്രേസൺ ഇൻഫോ സിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് മണ്ണാർക്കാട് വട്ടിയൂർക്കാവ് നൽകുന്ന സമ്മാനം, കോശി യൂറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം, ബിഗ് പ്രാങ്ക്സ് നൽകുന്ന സമ്മാനം ആണ്. സന്തോഷ് സാറാണ് ഇതിൻ്റെ മാനേജർ. ആദ്യം മാനേജറിൻ്റെ അടുത്ത് ഞങ്ങൾ ഈ പെർമിഷൻ ഒക്കെ ചോദിച്ചു. നേരത്തെ ഒന്ന് ചോദിച്ചൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് ചോദിച്ചിട്ടാണ് റെഡിയാക്കുക. അപ്പോൾ എന്തായാലും സന്തോഷം.